മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി, പതിവ് രീതി തന്നെയാണ് കഴിഞ്ഞ ദിവസവും പുറത്തെടുത്തത്. ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനമാണ്. പ്രതിരോധത്തിലാകുമ്പോൾ കടന്നാക്രമിക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ പതിവ് രീതി. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അതിനു മുമ്പും അദ്ദേഹം സാധാരണ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസവും കണ്ടത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമെന്ത്? നിങ്ങൾ വാർത്ത നൽകിയല്ലോ, ഒറ്റയ്ക്കാണ് വി.ഡി. സതീശൻ തീരുമാനമെടുക്കുന്നത് എന്ന്. പറയൂ, ഞാൻ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം പറയൂ എന്ന്. പെട്ടെന്ന് മാധ്യമപ്രവർത്തകരോട് അത്തരമൊരു ചോദ്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഒന്ന് പകച്ചു പോകും മാധ്യമപ്രവർത്തകർ. അത് തന്നെയാണ് സതീശന് വേണ്ടത്, അത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. എന്നാൽ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങൾ എത്ര എണ്ണമുണ്ട്? ഒരു 5 എണ്ണം. കഴിഞ്ഞ 1.5 മാസമേ ആയുള്ളൂ സർക്കാർ അധികാരമേറ്റിട്ട്. അതിനിടയിൽ തന്നെ ഒരു 5 എണ്ണമെങ്കിലും എടുത്തു പറയാൻ കഴിയും. ആദ്യം നമുക്ക് വി.ഡി. സതീശൻ പറഞ്ഞ വാക്ക് കേൾക്കാം. ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്കെടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്നും മറുപടി പറ. ഏഷ്യാനെറ്റിന്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. ഞാൻ അല്ല നിങ്ങൾ പറയാണ്, അല്ലാതെ നോ ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റയ്ക്കെടുത്തതെന്ന് പറ. ഇനി നമുക്ക് പരിശോധിക്കാം വി.ഡി. സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ആദ്യത്തെ തീരുമാനം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് വൻ ഇളവാണ് പ്രഖ്യാപിച്ചത്. 251% നിന്ന് നേർപകുതിയായി ചുരുക്കി. ആർക്കു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ നികുതി ഇളവ് നൽകിയത്? ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു. സ്വാഭാവികമായും ചർച്ചയായി, വിവാദമായി. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിനോട് മാധ്യമപ്രവർത്തകർ അഭിപ്രായം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനറിയില്ല, എനിക്കറിയില്ല ഇത്തരമൊരു തീരുമാനത്തെ സംബന്ധിച്ച്. എന്നോട് ആരും ആലോചിച്ചിട്ട് പോലുമില്ല. എന്ന് വെച്ചാൽ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, KPCCയിൽ ചർച്ച ചെയ്തിട്ടില്ല. KPCC പ്രസിഡന്റും ഒഴിഞ്ഞു മാറി. എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹത്തോട് നിർബന്ധമായും ചർച്ച ചെയ്യേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. അദ്ദേഹത്തോട് പോലും ചോദിച്ചില്ല. ഒറ്റയ്ക്കെടുത്ത തീരുമാനം നമ്പർ 1. അടുത്തത്, ദേവസ്വം ബോർഡിലെ അഭിഭാഷകനായി സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ നിയമിച്ചു. ആരാണ് സ്മാർട്ട് ക്രിയേഷൻസ്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ അഭിഭാഷകനെ തന്നെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി നിയമിക്കുന്നു. എന്തിനാണ് നിയമിച്ചത് എന്ന ചോദ്യം ഉയർന്നു വന്നു. സ്വാഭാവികമായി ചർച്ചയായി, വിവാദമായി. ദേവസ്വം മന്ത്രി കെ മുരളീധരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ. മുഖ്യമന്ത്രി സ്വന്തം നിലയിലെടുത്ത തീരുമാനമാണ്, എനിക്കതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഏത് കേസാണ് വാദിക്കേണ്ടത്? ദേവസ്വം ബോർഡിന്റെ കേസാണ്. ആ ദേവസ്വം മന്ത്രി പോലും അറിയില്ല ആരാണ് അവിടെ അഭിഭാഷകനായി വരുന്നത് എന്ന്. അതിനേക്കാളും അപകടകരം, സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ച സ്ഥാപനം. ആ സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി നിയമിക്കുന്നു. ഒരു പടി കൂടി കടന്ന് അന്ന് കെ മുരളീധരൻ പറഞ്ഞത്, എല്ലാം അറിയുന്ന ഒരാൾ വരുന്നത് നല്ലതല്ലേ എന്നാണ്. ട്രോളുകയാണ് ചെയ്തത് വി.ഡി. സതീശനെ കെ മുരളീധരൻ ആ വാക്കുകളിലൂടെ. നമ്പർ 2, അഭിഭാഷകനെ നിയമിച്ചത് ദേവസ്വം ബോർഡിന്റെ ഒറ്റയ്ക്കെടുത്ത തീരുമാനം. ഇനി നമ്പർ 3ലേക്ക് പോകാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ നിയമിച്ചു. അദ്ദേഹം സംഘപരിവാരകാരനാണ് എന്ന് പറഞ്ഞത്, അദ്ദേഹത്തെ നിയമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഏത് ബോഡിയിൽ ചർച്ച ചെയ്തു? KPCCയിൽ ചർച്ച ചെയ്തോ? KPCC നേതാക്കളോട് ചോദിച്ചോ? UDFൽ ചർച്ച ചെയ്തോ? UDF നേതാക്കളുമായി ചർച്ച ചെയ്തോ? മറുപടി പറയണം വി.ഡി. സതീശൻ. അദ്ദേഹം കത്ത് നൽകി, മുഖ്യമന്ത്രിക്ക് നൽകി, KPCC പ്രസിഡന്റിന് നൽകി, AICCക്കും കത്ത് നൽകി. സംഘപരിവാരകാരനാണ് എൻ ശേഷാദ്രിനാഥൻ, എനിക്കറിയാം, എൻ്റെ നാട്ടുകാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് PM നിയാസാണ്, KPCC പ്രസിഡന്റാണ്. എവിടെയും ചർച്ച ചെയ്തില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരാളെ നിയമിക്കുമ്പോൾ അവിടുത്തെ ജനറൽ സെക്രട്ടറിയായ എന്നോടെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ എന്നാണ് PM നിയാസ് ചോദിച്ചത്. 3ാമത്തെ തീരുമാനം, ഒറ്റയ്ക്കെടുത്ത തീരുമാനം. ഇതെല്ലാം ജനങ്ങൾ മറന്നുപോയി എന്നാണോ വി.ഡി. സതീശൻ കരുതുന്നത്? ഇനിയുമുണ്ട് മൗനം പാലിച്ച് ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പുമൊക്കെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്ത വിഷയം ഏതാണ്? CPM BJP ഡീൽ എന്നാണ്. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം അത് ഏറ്റുവിളിച്ചു. മുസ്ലിം ലീഗ് നേതാക്കൾ ഏറ്റുവിളിച്ചു. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെയും
മുസ്ലിം ലീഗിനെയും എന്തിനേറെ പറയുന്നു UDF മുഴുവൻ നയിച്ചു ഈ ഒരേ ഒരു മുദ്രാവാക്യത്തിന്റെ ബലത്തിൽ. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം UDF അനുകൂലമായി വളർത്തിക്കൊണ്ടുവന്നു. അതിൽ വിജയിച്ചു UDF, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്. അതിൻ്റെ ആനുകൂല്യത്തിൽ മുഖ്യമന്ത്രിയായ VD സതീശൻ ഗവർണർ സർവകലാശാലകളിലേക്ക് BJP നേതാക്കളെ നോമിനേറ്റ് ചെയ്യുന്നു. സെനറ്റിലേക്ക് BJP നേതാക്കളെ വൈസ് ചാൻസലറായി കൊണ്ടിരുത്തുന്നു. താൽക്കാലികമായിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരു പ്രസ്താവനയിൽ ഒതുക്കുന്നു, ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. അതോടൊപ്പം ഉയർന്നു വന്ന മറ്റൊരു വിമർശനമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ആദ്യഘട്ടത്തിൽ പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. രഹസ്യമായി കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്ന കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി എന്തിന് B അശോകിനെ നിയമിച്ചു എന്ന ചോദ്യം, ആർക്കു വേണ്ടി നിയമിച്ചു എന്ന ചോദ്യം. എവിടെയെങ്കിലും ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യാൻ ഒരു ഫോറം വേണ്ടേ? KPCC ഉണ്ടോ? നിലവിൽ KPCC ഇല്ല. UDF യോഗം വിളിക്കാറുണ്ടോ? UDF യോഗം വിളിക്കാറില്ല. UDF ചെയർമാനാണ് VD സതീശൻ. എന്ന് വെച്ചാൽ ആരോടും ചോദിക്കാതെ ഒറ്റക്കെടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. മന്ത്രിസഭയിൽ കൊണ്ടുവരുന്നുണ്ട് തീരുമാനങ്ങൾ. മുഖ്യമന്ത്രി കൊണ്ടുവന്ന ഫയൽ ഏത് മന്ത്രിയാണ് എതിർക്കാൻ പോകുന്നത്? ആരും എതിർക്കാൻ പോകുന്നില്ല. എല്ലാവരും പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം പാസാക്കി കൊണ്ടുപോവുകയാണ് VD സതീശൻ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണ്ടേ? നയപരമായ തീരുമാനങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടേ? കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ടേ? അങ്ങനെ ഒരു ചർച്ചയുമില്ലാതെ സ്വന്തം നിലയിൽ ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിലും നാം കണ്ടതാണ്. AICCയുടെ ജനറൽ സെക്രട്ടറിക്ക് പറയേണ്ടി വന്നു, KC വേണുഗോപാലിന് പറയേണ്ടി വന്നു, കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ല എന്നോർക്കണം എന്ന്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് പിന്നീട് സർക്കാരിനോട് ആവശ്യപ്പെടുകയും സർക്കാർ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യും. അതേ രീതിയിൽ കേരളത്തിലും തീരുമാനമെടുക്കാൻ എങ്ങനെ അദാനിക്ക് കഴിഞ്ഞു? കേരളം BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? അല്ല, കോൺഗ്രസ് ആണ്, UDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന അതേപോലെയുള്ള തീരുമാനങ്ങൾ കേരളത്തിലും എടുക്കാൻ, കോൺഗ്രസ് UDF ഭരിക്കുന്ന കേരളത്തിലും എടുക്കാൻ അദാനിക്ക് ധൈര്യം കൊടുക്കുന്നത് ആരാണ്? വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ്? മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്, VD സതീശനിലേക്ക് തന്നെയാണ്. VD സതീശന്റെ മംഗലാപുരം യാത്രയിലേക്ക് തന്നെയാണ് ചാർട്ടേഡ് വിമാനത്തിൽ പോയത്. ആ വിമാനത്തിന് പണം ആര് കൊടുത്തു, എന്തിനു പോയി, ആരെ കണ്ടു, എന്തിനു കണ്ടു എന്ന ചോദ്യത്തിനൊന്നും കൃത്യമായ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല VD സതീശൻ. അദ്ദേഹം സ്വന്തം നിലയിൽ മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് വാർത്തകൾ വരുന്നത്. എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത് എന്ന് PJ കുര്യൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, പരസ്യമായി വന്ന് പറഞ്ഞില്ലേ? ഒറ്റയ്ക്കെടുത്തു പോവുകയാണ് തീരുമാനങ്ങളെന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും യൂട്ടേൺ അടിക്കേണ്ടി വരുന്നത് എന്ന് അന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിപ്പറയുകയാണ് എന്ന്. ആരാ പറഞ്ഞത്? കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് PJ കുര്യൻ പരസ്യമായി പറഞ്ഞു. മാധ്യമങ്ങളോട് അദ്ദേഹം അക്കാര്യം പറഞ്ഞില്ലേ? അദ്ദേഹവും പറയുന്നു ഒറ്റയ്ക്കെടുത്ത് മുന്നോട്ട് പോവുകയാണ് VD സതീശൻ തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരെ വിരട്ടി തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്ന് പെട്ടെന്ന് പതറിപ്പോകുന്ന മാധ്യമപ്രവർത്തകർ, താരതമ്യേന ജൂനിയറായ മാധ്യമപ്രവർത്തകർ, അവരുടെ മുന്നിൽ ആധിപത്യം നേടി ബഹളം വെച്ച് രോഷാകുലനായി പോവുക എന്ന പതിവ് രീതി, എന്നിട്ട് ഞാനിതാ വിജയിച്ചിരിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനെയാണ് കാണുന്നത്. ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങൾ 5 തീരുമാനങ്ങൾ 1.5 മാസത്തിന് അകം നാം കണ്ടു. അതാണ് ഇവിടെ വിവരിച്ചത്.